പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത PV. ആദായ നികുതി പരിധി 12 ലക്ഷമാക്കി. ന്യൂഡൽഹി. ആദായ നികുതി പരിധി ഒറ്റയടിക്ക് 12 ലക്ഷമാക്കി ഉയർത്തി കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ മാജിക്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടിയാകുന്നതോടെ 12,75,000 രൂപ വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി അടയ്ക്കേണ്ടതില്ല. ആദായ നികുതിദായകർക്ക് 80,000 മുതൽ 1.1 ലക്ഷം രൂപ വരെ ലാഭിക്കാം. 7 ലക്ഷത്തിൽ നിന്നു നികുതി പരിധി 12 ലക്ഷമാക്കിയത് അപ്രതീക്ഷിത സമ്മാനമായി. കർഷകർക്കും ഇടത്തരക്കാർക്കും അടിസ്ഥാന വർഗത്തിനും വാരിക്കോരി കൊടുത്തും വികസന പദ്ധതികൾക്ക് ശതകോടികൾ അനുവദിച്ചും അവതരിപ്പിച്ച ബജറ്റിൽ ദാരിദ്ര്യമില്ലാത്ത വികസിത ഭാരതമാണ് ലക്ഷ്യമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു. മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, തൊഴിൽ ലഭ്യത, സ്ത്രീ ശാക്തീകരണം, പിന്നാക്ക വിഭാഗങ്ങളുടെ വികസനം എന്നിവയിലൂന്നി 1.25 മണിക്കൂർ ബജറ്റ് അവതരണമാണ് ധനമന്ത്രി നടത്തിയത്. ഖജനാവിനെ കുറിച്ചല്ല, ജനങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചത് പ്രധാനമന്ത്രി. ന്യൂഡൽഹി. ഭാരതത്തിന്റെ വികസന യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലാണ് പുതിയ ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബജറ്റ് 140 കോടി ജനങ്ങളുടെ അഭിലാഷങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു. യുവാക്കൾക്കായി നിരവധി മേഖലകൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. സമ്പാദ്യം, നിക്ഷേപം, ഉപഭോഗം, വളർച്ച എന്നിവ വർദ്ധിപ്പിക്കുന്ന ബജറ്റാണിത്. സർക്കാർ ഖജനാവ് എങ്ങനെ നിറയ്ക്കണമെന്നതിലാണ് പലപ്പോഴും ബജറ്റ് ശ്രദ്ധിക്കുന്നത്. എന്നാൽ ജനങ്ങളുടെ കീശ എങ്ങനെ നിറയ്ക്കാം, അവരുടെ സമ്പാദ്യം എങ്ങനെ വർദ്ധിപ്പിക്കാം, രാജ്യത്തിന്റെ വികസനത്തിൽ അവരെ എങ്ങനെ പങ്കാളികളാക്കാം എന്നതിലാണ് ഈ ബജറ്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സംരംഭകരെയും MSMEകളെയും ചെറുകിട വ്യവസായങ്ങളെയും ശക്തിപ്പെടുത്താനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ശ്രദ്ധിക്കുന്നതാണ് ബജറ്റ്. ക്ലീൻ ടെക്, തുകൽ, പാദരക്ഷ, കളിപ്പാട്ട വ്യവസായം തുടങ്ങിയ മേഖലകൾക്കു പ്രത്യേക പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇതാദ്യമായി സംരംഭകരാകുന്ന SC/ST സ്ത്രീകൾ എന്നിവർക്ക് ഈടില്ലാതെ 2 കോടി വരെ വായ്പ നൽകുന്ന പദ്ധതിയുണ്ട്. ആരോഗ്യ സംരക്ഷണവും മറ്റു സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും ലഭ്യമാക്കാൻ ഗിഗ് തൊഴിലാളികൾക്ക് ഇ-ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലക്ഷ്യം കാർഷിക രംഗത്തെ മുന്നേറ്റം. ന്യൂഡൽഹി. നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് മുതൽ കൃഷിക്കും അന്നദാതാക്കളായ കർഷകർക്കും പ്രഥമ പരിഗണന നൽകുന്നു. കാർഷിക മേഖലയുടെ കുതിച്ചുചാട്ടത്തിന് കാരണമായ കോടിക്കണക്കിന് രൂപയുടെ നിരവധി പദ്ധതികളാണ് കഴിഞ്ഞ ബജറ്റുകളിൽ നടപ്പാക്കിയത്. ആ മാതൃക ഇത്തവണയും തുടരുന്നു. വികസനത്തിന്റെ ആദ്യ എൻജിനെന്നാണ് കൃഷിയെ ബജറ്റിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വികസിത ഭാരതത്തിലേക്കുള്ള പ്രയാണത്തിന് രാജ്യത്തെ കർഷകർക്ക് മുഖ്യ പങ്കാണ് വഹിക്കാനുള്ളതെന്നും ബജറ്റ് ചൂണ്ടിക്കാട്ടുന്നു. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്ന പുതിയ പദ്ധതി നിർമ്മല സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ചു. 100 വികസ്വര കാർഷിക ജില്ലകളെ ഉൾപ്പെടുത്തി തുടക്കം കുറിക്കുന്ന ഈ പദ്ധതിയുടെ 1.7 കോടി കർഷകർക്ക് പ്രയോജനം ലഭിക്കും. ഉൽപാദനം വർദ്ധിപ്പിക്കുക, വിളവൈവിധ്യം കൂട്ടുക, മികച്ച സംഭരണ സംവിധാനം ഉറപ്പാക്കുക, ജലസേചനം മികച്ചതാക്കുക, ധനലഭ്യത ഉറപ്പാക്കുക എന്നിവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. വൈദഗ്ധ്യം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ ഉത്തേജനം എന്നിവയിലൂടെ കാർഷിക മേഖലയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള ഒരു സമഗ്ര ബഹുതല പരിപാടിയാകും ഇത്. പയറുവർഗ്ഗങ്ങളുടെ സ്വയം പര്യാപ്തതയ്ക്കായി 6 വർഷത്തേക്കുള്ള പ്രത്യേക ദൗത്യം ആരംഭിക്കുമെന്നും നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. തുവരപ്പരിപ്പ്, ഉഴുന്ന്, ചുവന്ന പരിപ്പ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരിക്കും ഇത്. അടുത്ത 4 വർഷം കേന്ദ്ര സർക്കാർ ഏജൻസികളായ നാഫെഡും NCCF-ഉം ഈ പയറുവർഗ്ഗങ്ങൾ കർഷകരിൽ നിന്ന് സംഭരിക്കും. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ ഉൽപാദനം
കാര്യക്ഷമമായ വിതരണം, സംസ്കരണം, കർഷകർക്ക് ന്യായവില ലഭ്യമാക്കൽ എന്നിവയ്ക്കായി സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് സമഗ്ര പരിപാടിക്കും തുടക്കം കുറിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി നൽകുന്ന വായ്പകൾക്ക് പരിഷ്കരിച്ച പലിശ ഇളവ് പദ്ധതി പ്രകാരം വായ്പാ പരിധി 3 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയായി ഉയർത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. താമര വിത്തിന്റെ ഉൽപാദനം, സംസ്കരണം, മൂല്യവർധന, വിപണനം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ബീഹാറിൽ മഖാന താമരവിത്ത് ബോർഡ് രൂപീകരിക്കും. അസമിലെ നംരൂപിൽ 12.7 ലക്ഷം മെട്രിക് ടൺ വാർഷിക ശേഷിയുള്ള യൂറിയ പ്ലാന്റ് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. ഉയർന്ന വിളവ് നൽകുന്ന വിത്തുകൾക്കായി ദേശീയ ദൗത്യം നടപ്പാക്കും. ഗവേഷണം ശക്തിപ്പെടുത്തുക, ഉയർന്ന വിളവ് നൽകുന്ന വിത്തുകളുടെ വികസനവും പ്രചാരണവും, 100-ലധികം വിത്തിനങ്ങളുടെ വാണിജ്യ ലഭ്യത എന്നിവ ലക്ഷ്യമിട്ടാണ് ഉയർന്ന വിളവ് നൽകുന്ന വിത്തുകൾക്കായി ദേശീയ ദൗത്യം ആരംഭിക്കുന്നത്. പരുത്തി കൃഷിയുടെ ഉൽപാദനക്ഷമത, സുസ്ഥിരത എന്നിവയിൽ പുരോഗതി സാധ്യമാക്കുന്നതിനും മികച്ച അസംസ്കൃത പരുത്തി ഇനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി 5 വർഷത്തെ പ്രത്യേക പരുത്തി ദൗത്യവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യമേഖലയുടെ വികസനത്തിനും പ്രത്യേക പദ്ധതികൾ ബജറ്റിൽ പരാമർശിച്ചിട്ടുണ്ട്. ആൻഡമാൻ ആൻഡ് നിക്കോബർ ദ്വീപ്, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭാരതത്തിന്റെ സവിശേഷ സാമ്പത്തിക മേഖലയിൽ നിന്നും പുറം കടലിൽ നിന്നുമുള്ള മത്സ്യബന്ധനത്തിന്റെ സുസ്ഥിര ഉപയോഗത്തിന് സർക്കാർ ചട്ടക്കൂട് നടപ്പാക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയ്ക്ക് കരുത്തും കരുതലും. ന്യൂഡൽഹി. ആരോഗ്യമേഖലയ്ക്ക് കരുത്തും കരുതലും നൽകുന്നതാണ് ബജറ്റ്. വിവിധ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിനൊപ്പം ക്യാൻസർ രോഗ ചികിത്സയ്ക്കായി പ്രത്യേക സെന്ററുകളും പ്രഖ്യാപിച്ചു. രാജ്യത്തെ എല്ലാ ജില്ലാ ആശുപത്രികളിലും ഡേ കെയർ ക്യാൻസർ സെന്ററുകൾ സ്ഥാപിക്കും എന്നതാണ് ബജറ്റിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാന പ്രഖ്യാപനങ്ങളിൽ ഒന്ന്. ക്യാൻസർ, അപൂർവ രോഗങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവയ്ക്കുള്ള 36 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പൂർണ്ണമായും കസ്റ്റംസ് നികുതി ഇളവ് നൽകി. 6 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതി 5% കുറച്ചു. ഇതിനു പുറമെ 37 മരുന്നുകൾക്കും 13 പുതിയ രോഗീ സഹായ പദ്ധതികൾക്കും പൂർണ്ണമായും കസ്റ്റംസ് നികുതി ഒഴിവാക്കി. സക്ഷം അങ്കണവാടി പോഷൺ 2.0 പദ്ധതിയിലൂടെ 8 കോടിയിലേറെ കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം ഉറപ്പുവരുത്തും. രാജ്യത്തുടനീളമുള്ള 1 കോടി ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, 20 ലക്ഷം കൗമാരക്കാർ എന്നിവർക്കും പോഷകാഹാരം ഉറപ്പാക്കും. ഗ്രാമപ്രദേശങ്ങളിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുമെന്നും ബജറ്റിൽ ഉണ്ട്. 4 കോടി യാത്രക്കാരെ ലക്ഷ്യമിട്ട് ഉഡാൻ. ന്യൂഡൽഹി. 10 വർഷം കൊണ്ട് 120 വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് 4 കോടി വ്യോമയാന യാത്രികരെ ലക്ഷ്യമിട്ട് ഉഡാൻ പദ്ധതി. മധ്യവർഗക്കാരായ 1.5 കോടി പേർക്ക് വേഗത്തിൽ യാത്ര ചെയ്യാൻ ഇതുവഴി സാധിക്കും. അവരുടെ വളർച്ചയ്ക്ക് സഹായകരമാകും അത്. മലയോര മേഖല വികസനം ആഗ്രഹിക്കുന്ന പ്രദേശങ്ങൾ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ ചെറു ഹെലിപാഡുകളെയും ചെറിയ വിമാനത്താവളങ്ങളെയും പദ്ധതി സഹായിക്കും. എയർ കാർഗോ വെയർഹൌസിംഗ് നവീകരണം എന്നിവ ഉറപ്പാക്കും. ബീഹാറിൽ പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ നിർമ്മിക്കും. സന്തുലിതം, വികസനോന്മുഖം. ജോർജ് കുര്യൻ. ന്യൂഡൽഹി. സന്തുലിതവും വികസനോന്മുഖവുമാണ് ബജറ്റ് എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. എല്ലാ വിഭാഗങ്ങളുടെയും സാമ്പത്തിക സാമൂഹിക ഉന്നമനം ലക്ഷ്യം വെക്കുന്ന ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാവപ്പെട്ടവരെ കേന്ദ്രീകരിച്ച് നടപ്പാക്കിയ പദ്ധതികളുടെ ഫലമായി കഴിഞ്ഞ 10 വർഷം കൊണ്ട് 25 കോടി ജനങ്ങളെ പട്ടിണിയിൽ നിന്നും മുക്തരാക്കിയിട്ടുണ്ട്. അവരിൽ നല്ലൊരു ശതമാനവും ഇപ്പോൾ മധ്യവർഗമായി ഉയർന്നിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫിഷറീസ് മേഖലയ്ക്ക് മികച്ച പിന്തുണയാണ് ബജറ്റ് നൽകുന്നതെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു. ഭാരതത്തിന്റെ എക്സ്ക്ലൂസീവ്
ഇക്കണോമിക് സോൺ 200 നോട്ടിക്കൽ മൈലാണ്. എന്നാൽ ഇപ്പോൾ 60 നോട്ടിക്കൽ മൈൽ വരെ മത്സ്യബന്ധനം ചെയ്യാനുള്ള ശേഷിയേ ഉള്ളൂ. ആഴക്കടൽ മത്സ്യബന്ധനത്തിനുതകുന്ന ബോട്ടുകൾ, മറ്റു സൗകര്യങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി മത്സ്യബന്ധനം പ്രോത്സാഹിപ്പിക്കുന്ന കൂടുതൽ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ആൻഡമാൻ ആൻഡ് നിക്കോബർ, ലക്ഷദ്വീപ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ട്യൂണ ക്ലസ്റ്ററിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തും. മത്സ്യ കയറ്റുമതി 60,000 കോടി രൂപയിൽ നിന്നും 1,00,000 കോടിയാക്കും. കർഷകർക്ക് കൂടുതൽ വായ്പ നൽകുന്നതിനായി കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തുമെന്നും പ്രഖ്യാപനമുണ്ട്. യുവാക്കൾ, വനിതകൾ, വനവാസി വിഭാഗങ്ങൾ എന്നിവർക്കായി പ്രത്യേകം പദ്ധതികൾ തുടങ്ങിയവയും ബജറ്റിലുണ്ട്. കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനം, AI ഉൾപ്പെടെ സാങ്കേതിക വിദ്യകളിലെ മുന്നേറ്റം എന്നിവയ്ക്കായും ബജറ്റിൽ പ്രഥമ പരിഗണന നൽകിയതായും ജോർജ് കുര്യൻ കൂട്ടിച്ചേർത്തു. കായിക മേഖലയ്ക്ക് ഊർജമേകും PT ഉഷ, ന്യൂഡൽഹി. വികസിത ഭാരതത്തിന് അടിത്തറ പാകുന്ന ബജറ്റ് സമസ്ത മേഖലയ്ക്കും ഉണവും പ്രതീക്ഷയും നൽകുന്നതാണെന്ന് ഡോക്ടർ PT ഉഷ MP. യുവജനകാര്യ കായിക വകുപ്പിന് 3,794.30 കോടി രൂപയും മേഖല ഇന്ത്യക്ക് 1,000 കോടി രൂപയും അനുവദിച്ചതിലൂടെ കായിക മേഖലയ്ക്കും യുവാക്കൾക്കും അവരുടെ കായിക സ്വപ്നങ്ങൾക്കും ഊർജമേകിയതായും PT ഉഷ MP പ്രസ്താവനയിൽ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ 8 മാവോയിസ്റ്റുകളെ വധിച്ചു. റായ്പൂർ. ഛത്തീസ്ഗഡിൽ വീണ്ടും മാവോയിസ്റ്റ് ആക്രമണം. സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 8 മാവോയിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടു. ബീജാപൂരിൽ ഗംഗ്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വനമേഖലയിലാണ് ഇന്നലെ രാവിലെ 8:30 ഏറ്റുമുട്ടലുണ്ടായത്. മാവോയിസ്റ്റ് ഭീകരർ വനത്തിലുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പുലർച്ചെ മുതൽ ജില്ലാ റിസർവ് ഗാർഡും CRPFും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും കോബ്ര യൂണിറ്റും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. സുരക്ഷാസേന പ്രദേശം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നതിനിടെ മാവോയിസ്റ്റ് ഭീകരർ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിലാണ് സുരക്ഷാസേന 8 മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചത്. വനമേഖലയിൽ മറ്റ് ഭീകരർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് എന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കഴിഞ്ഞയാഴ്ച അത് പകരുന്നവനും പ്രാധാന്യം നൽകിയ നാടാണ് ഭാരതം. J. നന്ദകുമാർ, പത്തനംതിട്ട. അറിവിനും ഗുരുവിനും പ്രാധാന്യം നൽകുന്ന പാരമ്പര്യമുള്ള നാടാണ് ഭാരതമെന്ന് പ്രജ്ഞാ പ്രവാഹ് ദേശീയ സംയോജകൻ J. നന്ദകുമാർ. ദേശീയ അധ്യാപക പരിഷത്ത് 46ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടന സഭ സെന്റ് സ്റ്റീഫൻസ് പാരിഷ് ഹാളിലെ ജഗന്നാഥൻ മാസ്റ്റർ നഗറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളിൽ രാഷ്ട്രബോധം നിലനിർത്തുക എന്നതാണ് രാഷ്ട്ര പുരോഗതിയുടെ അടിസ്ഥാനം. വരും തലമുറയ്ക്ക് രാഷ്ട്രബോധം പകർന്നു നൽകാൻ അധ്യാപകർക്കേ കഴിയൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാശ്ചാത്യ അടിമത്തത്തിൽ നിന്ന് പൂർണ്ണമായി സ്വതന്ത്രരാകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിന്റെ ന്യൂനതകൾ സമൂഹത്തിൽ കാണാനുമുണ്ട്. കേരളത്തിൽ ആത്മഹത്യകളും കൊലപാതകങ്ങളും പെരുകുന്നു. നിഷേധാത്മക ചിന്തകളാണ് പുതുതലമുറയെ നയിക്കുന്നത്. രാഷ്ട്രത്തിന്റെ ഭാവിക്ക് പിഴവുകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകാൻ കഴിയണം. രാഷ്ട്രം ശിഥിലമായി കാണാൻ ആഗ്രഹിക്കുന്ന ശക്തികൾ വിദേശത്തും ദേശത്തിനുള്ളിലും ഉണ്ട്. ഇവരാണ് ട്രിപ്പിൾ പൊന്നിൽ. കേരളത്തിന്റെ ആകെ മെഡൽ നേട്ടം 5 സ്വർണമടക്കം 9 ഡെറാഡൂൺ. ദേശീയ ഗെയിംസിന്റെ 5ാം ദിനം കേരളം സ്വന്തമാക്കിയത് 3 സ്വർണം. പുരുഷന്മാരുടെ വുഷുവിലെ തൗലോനങ്കുൻ വിഭാഗത്തിലായിരുന്നു ഇന്നലെ കേരളത്തിന്റെ ആദ്യ സ്വർണം. 8.35 പോയിന്റ് നേടി മുഹമ്മദ് ജാസിൽ ഇന്നലത്തെ സ്വർണക്കൊയ്ത്ത് തുടങ്ങി. സജൻ പ്രകാശ് ഇക്കുറി തന്റെ ആദ്യ സ്വർണ്ണ നേട്ടം സ്വന്തമാക്കിയാണ് ഇന്നലെ കേരളത്തിന്റെ 2ാം മെഡൽ കൂട്ടിച്ചേർത്തത്. പിന്നാലെ വനിതാ നീന്തൽ താരം ഹർഷിത ജയറാമും സ്വർണം നേടി. ഹർഷിതയുടെ 2ാം സ്വർണ്ണ മെഡലാണിത്. വുഷുവിൽ ഉടനീളം മെഡലുകൾ വാരിക്കുട്ടിയ മണിപ്പൂർ താരങ്ങളെ മറികടന്നായിരുന്നു മുഹമ്മദ് ജാസിലിന്റെ പൊന്നേട്ടം. മത്സരത്തിൽ ഉടനീളം ഊർജ്ജസ്വലമായി കളിച്ചത് ഗുണം ചെയ്തു. ദേശീയ ഗെയിംസ് ആരംഭിക്കുന്നതിന് 10ലധികം ദിവസം മുമ്പ് വുഷു ടീം ഡെറാഡൂണിലെത്തിയിരുന്നു.
നേരത്തെ എത്തി കാലാവസ്ഥയുമായി ഇണങ്ങിച്ചേരാൻ സാധിച്ചതും ഗുണകരമായി. മുമ്പ് ജൂനിയർ ദേശീയ മത്സരങ്ങളിലും സീനിയർ ദേശീയ മത്സരങ്ങളിലും ഓൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിലും ജാസിൽ മെഡലുകൾ നേടിയിട്ടുണ്ട്. വുഷുവിനു പുറമെ കരാട്ടെ, കളരി, സാംബോ, ജൂഡ്സു എന്നീ കായിക ഇനങ്ങളിലും ജാസിൽ മത്സരിക്കാറുണ്ട്. മലപ്പുറം ജില്ലയിലെ ചെറുകര കുപ്പൂത്ത് വീട്ടിൽ മുഹമ്മദ് അലിയുടെയും സാജിദയുടെയും മകനാണ്. ഫാത്തിമ, ആയിഷ, ഹൈമൻ ഹാദി എന്നിവരാണ് സഹോദരങ്ങൾ. നീന്തൽക്കുളത്തിലെ കേരളത്തിന്റെ മെഡൽ വേട്ടക്കാരൻ സജൻ പ്രകാശ് 200 മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്കിലാണ് ഇത്തവണത്തെ തന്റെ ആദ്യ സ്വർണ്ണ നേട്ടം ആഘോഷിച്ചത്. തുടർച്ചയായി 4ാം ദേശീയ ഗെയിംസിലാണ് സജൻ ഈ ഇനത്തിൽ ഒന്നാമതാകുന്നത്. 2015 കേരളം, 2022 ഗുജറാത്ത്, 2023 ഗോവ ദേശീയ ഗെയിംസുകളിലും സജൻ ഇതേ ഇനത്തിൽ സ്വർണം നേടിയിരുന്നു. സജന്റെ ഇഷ്ട ഇനവും ഇതുതന്നെ. ഇതോടെ ദേശീയ ഗെയിംസിൽ സജന്റെ ആകെ മെഡൽ നേട്ടം 29 ആയി. 50 മീറ്റർ ബ്രസ്റ്റസ്റ്റ് റോക്കിലാണ് ഹർഷിത ജയറാം ഇന്നലെ സ്വർണം നേടിയത്. ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിൽ ഹർഷിതയുടെ 2ാം സ്വർണമാണ്. കഴിഞ്ഞ ദിവസം 200 മീറ്റർ ബ്രസ്റ്റസ്റ്റ് റോക്കിലും സ്വർണം സ്വന്തമാക്കിയിരുന്നു. സർവീസിന് മുന്നിൽ കേരളം 7ാം സ്ഥാനത്തേക്ക് കുതിച്ചു. ഡെറാഡൂൺ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന 38ാം ദേശീയ ഗെയിംസിൽ സർവീസസ് മുന്നിൽ. 14 സ്വർണം നേടിക്കൊണ്ടാണ് സർവീസസ് 1ാം സ്ഥാനത്ത് തുടരുന്നത്. തൊട്ടു പിന്നാലെ 13 സ്വർണവുമായി കർണാടകയുണ്ട്. ഇന്നലെ മത്സരങ്ങൾ തുടങ്ങുമ്പോൾ ഏറെ പിന്നിലായിരുന്ന കർണാടക, മണിപ്പൂർ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ടീമുകളെ പിന്തള്ളിയാണ് രണ്ടാമതെത്തിയത്. 11 സ്വർണം നേടിയ മഹാരാഷ്ട്ര രണ്ടാമതും അത്ര തന്നെ സ്വർണം നേടിയിട്ടുള്ള മണിപ്പൂർ മൂന്നാമതും ആണ്. മണിപ്പൂരിനേക്കാൾ കൂടുതൽ വെള്ളി, വെങ്കല മെഡലുകൾ നേടിയത് മഹാരാഷ്ട്രയെ മൂന്നാമതാക്കി. ഇന്നലെ രാവിലെ മത്സരങ്ങൾ തുടങ്ങുമ്പോൾ 12ാം സ്ഥാനത്തായിരുന്ന കേരളം 3 സ്വർണം നേടിയതോടെ ആദ്യ 10ൽ കടന്നു. നിലവിൽ 7ാം സ്ഥാനത്തെത്തി നിൽക്കുകയാണ്. സജന് 3 മത്സരം. ബാസ്കറ്റ് ബോളിലും വോളിബോളിലും ഫൈനലുകൾ. ഡെറാഡൂൺ ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇന്ന് നിർണായക ദിനം. നീന്തലിൽ മെഡൽ പ്രതീക്ഷയായ സജൻ പ്രകാശ് 3 മത്സരത്തിൽ പങ്കെടുക്കും. പുരുഷന്മാരുടെ 400 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 100 മീറ്റർ ബട്ടർഫ്ലൈ, 50 മീറ്റർ ബട്ടർഫ്ലൈ എന്നീ ഇനങ്ങളിലാണ് സജൻ മത്സരിക്കുന്നത്. നിലവിൽ ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിൽ സജൻ കേരളത്തിനു വേണ്ടി 1 സ്വർണവും 2 വെങ്കലവും നേടിയിട്ടുണ്ട്. വനിതകളുടെ 5x5 ബാസ്കറ്റ്ബോൾ ഫൈനലിൽ കേരളം ഇറങ്ങും. രാവിലെ 8 മണിക്ക് നടക്കുന്ന ഫൈനലിൽ തമിഴ്നാടാണ് കേരളത്തിന്റെ എതിരാളി. സെമിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ കർണാടകയെ തോൽപ്പിച്ചാണ് കേരളം ഫൈനലിൽ എത്തിയത്. കഴിഞ്ഞ ദിവസം അവസാനിക്കേണ്ട മത്സരം ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടനം കാരണം വൈകി ആരംഭിക്കുകയായിരുന്നു. മത്സരം അവസാനിച്ച് ഇന്ന് വൈകിട്ടാണ് വനിതകളുടെ നാട്ടിലേക്കുള്ള വിമാനം. വോളിബോളിൽ വനിതാ വിഭാഗം ഫൈനലിൽ കേരളം തമിഴ്നാടിനെ നേരിടും. തോൽവി അറിയാതെയാണ് വനിതാ വിഭാഗത്തിൽ കേരളം ഫൈനലിൽ എത്തിയത്. സെമിയിൽ കേരളം ചണ്ഡീഗഡിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് തോൽപ്പിച്ചത്. പുരുഷ വിഭാഗം ഫൈനലിൽ കേരളം സർവീസസിനെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ കേരളം സർവീസസിനോട് പരാജയപ്പെട്ടിരുന്നു. സെമി ലക്ഷ്യമിട്ട് വാട്ടർ പോളോയിൽ കേരള പുരുഷ വനിതാ ടീമുകളും മത്സരിക്കും. വനിതാ വിഭാഗത്തിൽ കേരള കർണാടകയെയും പുരുഷ വിഭാഗത്തിൽ മഹാരാഷ്ട്രയെയും നേരിടും. ആർച്ചറി, ഷൂട്ടിംഗ്